പ്ലാസ്മ സ്റ്റൗ. ഈ പേര് കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? സോഷ്യൽ മീഡിയ തുറന്നാൽ മതി, എല്ലായിടത്തും ഈ അത്ഭുത സ്റ്റൗവിന്റെ പരസ്യങ്ങളാണ്. പക്ഷേ എന്താണിതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം? ഇതൊരു തട്ടിപ്പാണോ അതോ ശരിക്കും ഒരു ശാസ്ത്രവിസ്മയമാണോ? നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, കറന്റിൽ പ്ലഗ് ചെയ്താൽ മാത്രം മതി ഗ്യാസിനേക്കാൾ ശക്തമായ തീ കിട്ടുന്ന ഒരു സ്റ്റൗവ്. കേൾക്കാൻ തന്നെ ഒരു രസമില്ലേ? പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്നതൊക്കെ അപ്പാടെ വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ആദ്യം തന്നെ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ മിറക്കിൾ സ്റ്റൗ എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നതെന്ന് നോക്കാം. പരസ്യം കണ്ടാൽ ആരും വീണുപോകും. ഒരു പെയിന്റിൻ പോലത്തെ ഒരു ബോക്സിൽ നിന്ന് സ്റ്റൗ പുറത്തെടുക്കുന്നു. ഒരു സ്വിച്ച് ഇട്ടാൽ മാത്രം മതി, ദാ വരുന്നു ഗ്യാസ് സ്റ്റൗവിനേക്കാൾ വലിയ തീ, അതും വെറും 100-200 വാട്ട് കറണ്ടിൽ. ചില പരസ്യത്തിലാണെങ്കിൽ ബാറ്ററിയിൽ വരെ വർക്ക് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. പോരാത്തതിന് സ്പെഷ്യൽ ജാപ്പനീസ് ടെക്നോളജി എന്നൊരു തള്ളുകൂടിയാവുമ്പോൾ പിന്നെ ആരാണ് വാങ്ങാതിരിക്കുക, അല്ലേ? ശരി, അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലെ ഗുട്ടൻസ്? ഈ സോഷ്യൽ മീഡിയ തട്ടിപ്പിന്റെ യഥാർത്ഥ മുഖം നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ, പരസ്യം പറയുന്നതും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതും തമ്മിൽ ആരെയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. അവര് പറയുന്ന ശക്തമായ ഇലക്ട്രിക് തീജ്വാല എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗ്യാസ് കാനിസ്റ്റർ ഒളിപ്പിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് വരുന്നതാണ്. വെറും 100 വാട്ടിൽ ഇത്രയും തീ കിട്ടുമെന്നൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. ആ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നോ? ഒളിപ്പിച്ചുവെച്ച ഗ്യാസ് കത്തുന്നു, അത്രമാത്രം. വളരെ കുറഞ്ഞ വിലയ്ക്ക് തരാമെന്ന് പറയുന്നത് അഡ്വാൻസ് പൈസ വാങ്ങി മുങ്ങാനുള്ളൊരു സൂത്രമാണ്. അപ്പോ ഈ തട്ടിപ്പിൽ പെടാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. ആരെങ്കിലും അഡ്വാൻസ് പണം ചോദിക്കുകയാണെങ്കിൽ അപ്പോ തന്നെ സംശയിക്കണം. ഓപ്പൺ ബോക്സ് ഡെലിവറി തരില്ല, അതായത് പൈസ കൊടുക്കുന്നതിന് മുൻപ് സാധനം തുറന്നു നോക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോളൂ, അത് തട്ടിപ്പാണ്. പിന്നെ ആ തീയുടെ നിറം ശ്രദ്ധിച്ചാൽ മതി. നല്ല നീല നിറം എന്ന് പറയുന്നത് ഗ്യാസ് കത്തുന്നതിന്റെ ലക്ഷണമാണ്. യഥാർത്ഥ പ്ലാസ്മയുടെ നിറം അതല്ല. ഇത്രയും വില കുറച്ച് ഇത് കിട്ടുമെന്നും കരുതരുത്. അപ്പോ ഈ സ്റ്റൗ വെറും തട്ടിപ്പാണെന്ന് നമ്മൾക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെയാണ് കഥയിലെ ആ ട്വിസ്റ്റ് വരുന്നത്. ഈ പ്ലാസ്മ സ്റ്റൗ എന്ന ആശയം ഒരു തട്ടിപ്പേ അല്ല, അങ്ങനെ ഒരു ടെക്നോളജി ശരിക്കുമുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ പിന്നിലെ യഥാർത്ഥ സയൻസ് എന്താണെന്ന് നോക്കാം, അല്ലേ? അപ്പോ എന്താണ് ഈ പ്ലാസ്മ? നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ദ്രവ്യത്തിന് ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ 3 അവസ്ഥകളുണ്ടെന്ന്. എന്നാൽ 4ാമത്തെ ഒരു അവസ്ഥ കൂടിയുണ്ട്, അതാണ് പ്ലാസ്മ. സിമ്പിളായി പറഞ്ഞാൽ ഒരു ഗ്യാസിനെ അയോണൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അവസ്ഥ. ഇടിമിന്നലൊക്കെ പ്ലാസ്മയാണ്. ഇത് ശരിക്കും തീയല്ല, പക്ഷേ തീ പോലെ തന്നെ അതിഭയങ്കരമായ ചൂട് തരാൻ കഴിവുള്ള ഒന്നാണ്. അപ്പോ ഒരു യഥാർത്ഥ പ്ലാസ്മ സ്റ്റൗ എങ്ങനെയാണ് ഈ ചൂടുണ്ടാക്കുന്നത്? ഇതിൽ അടുത്തടുത്തായി വെച്ച 2 ഇലക്ട്രോഡുകളുണ്ടാകും. ഇതിലേക്ക് ഹൈ വോൾട്ടേജ് കറണ്ട് കൊടുക്കുമ്പോൾ ഇവയുടെ ഇടയിലുള്ള വായുവില്ലേ, ആ വായു അയോണൈസ് ചെയ്യപ്പെടും. ഇങ്ങനെ അയോണൈസ് ചെയ്ത വായു ഒരു ആർക്ക് പോലെയായി മാറും. ഈ ആർക്കാണ് പാചകം ചെയ്യാൻ ആവശ്യമായ കനത്ത ചൂട് തരുന്നത്. അതായത് വായുവിനെ തന്നെയാണ് ഇവിടെ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഈ തട്ടിപ്പ് സ്റ്റൗവും ഒറിജിനൽ സ്റ്റൗവും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം? ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തേത് നിറം. തട്ടിപ്പ് സ്റ്റൗവിൽ ഗ്യാസ് കത്തുന്ന നീല നിറമായിരിക്കും, ഒറിജിനലിന് ഒരു വയലറ്റ് ഷെയ്ഡായിരിക്കും. പിന്നെ ശബ്ദം. ഒറിജിനൽ സ്റ്റൗവിനൊരു ഹിസ് എന്ന പോലെയുള്ള ഒരു പ്രത്യേക ശബ്ദമുണ്ടാകും. സ്വിച്ചിട്ട് ഉടനെ ആളിക്കത്തുന്നെങ്കിൽ അത് തട്ടിപ്പാണ്. ഒറിജിനൽ ഒരു സ്പാർക്കിൽ തുടങ്ങി പതിയെയാണ് കത്തുന്നത്. ഏറ്റവും പ്രധാനം കറണ്ട് ഉപയോഗം. ഒറിജിനൽ സ്റ്റൗ കുറഞ്ഞത് 1500 വാട്ടെങ്കിലും എടുക്കും, അല്ലാതെ 100 വാട്ടിലൊന്നും ഈ കളി നടക്കില്ല. ഓക്കെ, അപ്പൊ ഈ ടെക്നോളജി ഒറിജിനൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത ചോദ്യം, ഇത് നമ്മുടെയൊക്കെ അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണോ? അത്രയ്ക്ക് പ്രാക്ടിക്കലാണോ? നമുക്കിതിന്റെ നല്ല വശങ്ങളും മോശം വശങ്ങളെന്ന് നോക്കാം. ദേ നോക്കൂ, 1500-ലധികം വാട്ട്സ്. ഇതാണ് ഒരു ഒറിജിനൽ പ്ലാസ്മ സ്റ്റൗവിന്റെ പവർ. തട്ടിപ്പ് പരസ്യത്തിലെ 100 വാട്ടുമായി എവിടെ കിടക്കുന്നു? നമ്മുടെ വീട്ടിലെ ഒരു എയർ കണ്ടീഷണർ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈദ്യുതി വേണം ഇതിന്. പക്ഷേ ഇതിനൊരു വലിയ ഗുണമുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇൻഡക്ഷൻ കുക്കർ പോലെ സ്റ്റീൽ പാത്രം തന്നെ വേണമെന്നോ പ്രത്യേക അടിവശം വേണമെന്നോ ഒരു നിർബന്ധവുമില്ല. നമ്മുടെ പഴയ മൺചട്ടിയോ അലുമിനിയം പാത്രമോ എന്തുമാവട്ടെ, ഏതു പാത്രവും ഇതിൽ വെച്ച് പാചകം ചെയ്യാം. അത് വലിയൊരു സൗകര്യമല്ലേ? ഇനി ഗുണങ്ങളും ദോഷങ്ങളും നോക്കിയാലോ? ഗുണങ്ങളും നമ്മൾ പറഞ്ഞു, ഏതു പാത്രവും ഉപയോഗിക്കാം, നല്ല വേഗത്തിൽ പാചകം ചെയ്യാം, പുകയും കരിയുമില്ല. പക്ഷേ ദോഷങ്ങൾ അതിനേക്കാൾ കൂടുതലാണ്. ഒന്ന്, ഭയങ്കര വിലയാണ്. പിന്നെ കറണ്ട് ബില്ലിന്റെ കാര്യം പറയുകയേ വേണ്ട. പോരാത്തതിന് ഇത് പ്രവർത്തിക്കുമ്പോൾ ഒരു ഹിസ്സിംഗ് ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും. കൂടെ ഒരു പ്രത്യേകതരം ഓസോൺ മണവും വരും.
പിന്നെന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ സർവീസ് കിട്ടാനും വലിയ പാടാണ്. ഇനി കാര്യക്ഷമതയുടെ കാര്യം. 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ ഏതിനാണ് ഏറ്റവും കുറവ് സമയം വേണ്ടതെന്ന് നോക്കിയാൽ ഇലക്ട്രിക് കെറ്റിലാണ് ഒന്നാമൻ. തൊട്ടു പിന്നാലെ ഇൻഡക്ഷൻ കുക്കർ വരും. പ്ലാസ്മ സ്റ്റൗ വരുന്നത് 3-ാം സ്ഥാനത്താണ്. അതായത് അത്ര വേഗതയൊന്നും ഇതിനില്ല. അപ്പോ ഈ തട്ടിപ്പു യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്കൊരു തീരുമാനത്തിലെത്തണ്ടേ? ഇത് വാങ്ങണോ വേണ്ടയോ? അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. 1. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കാണുന്ന വില കുറഞ്ഞ സ്റ്റൗവുകൾ തട്ടിപ്പാണ്. അതിനകത്ത് ഗ്യാസ് ആണ്. 2. ഒറിജിനൽ പ്ലാസ്മ ടെക്നോളജി ഉണ്ട്, പക്ഷെ അത് വളരെ വ്യത്യസ്തമാണ്. അതിന് ഭയങ്കര വിലയും ഉയർന്ന വൈദ്യുതി ഉപയോഗവുമുണ്ട്, നല്ല ശബ്ദവുമുണ്ട്. ഏത് പാത്രവും ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം. പിന്നെ സർവീസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നതും മറക്കരുത്. അപ്പോ നമ്മള് സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഈ ഉയർന്ന വിലയും ഭീമമായ കരണ്ട് ബില്ലുമൊക്കെ സഹിക്കാൻ നമ്മൾ തയ്യാറാണോ? അതോ ഇതൊരു കൗതുകം മാത്രമായി കണ്ടാൽ മതിയോ? ശാസ്ത്രീയമായി ഇതൊരു അടിപൊളി കണ്ടുപിടുത്തമാണ്, ഒരു സംശയവുമില്ല. പക്ഷെ നമ്മുടെ അടുക്കളയിലേക്ക് ഇതെത്താൻ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോടൊപ്പം ചേർന്നതിന് നന്ദി.